ആധുനിക കാലത്ത് പുതിയ കാഴ്ചപ്പാടോടുകൂടി ലോകം മുന്നേറുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതപരമായ ആശയങ്ങളിൽ നിന്നകന്ന്, അതുപോലെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നകന്ന് രാഷ്ട്രീയ മൂല്യങ്ങളിൽ വിശ്വസിച്ച് രാഷ്ട്രീയ മൂല്യങ്ങൾ കൂടുതൽ സദാചാരപരവും അതുപോലെ തന്നെ പുരോഗമനപരവും ആകണം എന്ന് വിചാരിക്കുകയും അതിനനുസരിച്ച് അണികളെ സജ്ജരാക്കുകയും ചെയ്യുന്ന ഈ കാലത്താണ്, ആധുനിക കാലത്താണ്, മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാം വളരെ വിചിത്രമായ തരത്തിലുള്ള ഒരു കാര്യം സംസാരിക്കുകയുണ്ടായത്. ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, സ്ത്രീ പുരുഷ തുല്യതയെ ഒരിക്കലും മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നില്ല. അത് കേവലമായ ഒരു തട്ടിപ്പാണ് ആ പ്രയോഗത്തിൻ്റെ പിന്നിൽ ഉള്ളത്. ഒരിക്കലും സ്ത്രീക്കും പുരുഷനും തുല്യരാവാൻ കഴിയുകയില്ല. അത് എല്ലാ കാര്യത്തിലും അദ്ദേഹം അത് പറയുന്നതിന് ചില ഉദാഹരണങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിലൊന്ന്, ഒരു സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേക ബെഞ്ചിലിരുന്നാണ് പഠിക്കുന്നത്. അവിടെ തുല്യതയില്ല. അതുമാത്രമല്ല, ശാരീരികമായ കഴിവുകളിലും ബലത്തിൻ്റെ കാര്യത്തിലും സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ്. അതുകൊണ്ടാണത്രേ ഈ ഒളിമ്പിക്സിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കായിക ഇനങ്ങൾ പ്രത്യേകമായിട്ട് നടത്തുന്നത്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് ഈ ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. ഒരു പ്രധാനപ്പെട്ട മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിഡ്ഢിത്തരം പറഞ്ഞിരിക്കുന്നത്. അതിനെതിരെ ഇതുവരെ മുസ്ലിം ലീഗ് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ പാണക്കാട്ട് നിന്നുള്ള തങ്ങളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചു മുസ്ലിം യൂത്ത് ലീഗ്. യൂത്ത് ലീഗ് എന്ന് പറയുന്ന യുവജന സംഘടനയാണ്. യുവജനങ്ങൾ എപ്പോഴും പുരോഗമനപരമായ ആശയങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അണികളെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടവരാണ്. പക്ഷേ യൂത്ത് ലീഗിൻ്റെ ഈ വിചിത്രമായ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയോടുള്ള അംഗീകാരം തികച്ചും പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുസ്ലിം ലീഗ് നേതൃത്വം വെളിപ്പെടുത്തേണ്ട ഒരു വസ്തുത ഇതാണ്: മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണോ? മതേതര പാർട്ടിയാണെങ്കിൽ ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ഭരണഘടനാ നിയമങ്ങളെ അംഗീകരിക്കുകയും ചെയ്യേണ്ടതല്ലേ? ഭരണഘടന സ്ത്രീക്കും പുരുഷനും തുല്യ സാധ്യതകളാണ് നൽകുന്നതെങ്കിൽ ആ ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രസ്താവനയല്ലേ PMA സലാം നടത്തിയത് എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ആലോചിക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിം ലീഗ് നേതൃത്വം മാത്രമല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UDF-ലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. ആ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ഇതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അഭിപ്രായം ഇതുതന്നെയാണോ? UDF-ൻ്റെ മൊത്തം അഭിപ്രായമാണോ ഈ മുസ്ലിം ലീഗ് പ്രകടമാക്കുന്നത് എന്ന് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം മണ്ടത്തരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് മതാധിഷ്ഠിതമായ ഒരു അന്ധവിശ്വാസ കാലത്തേക്ക് മനുഷ്യരെയും യുവജനങ്ങളെയും തിരിച്ചു കൊണ്ടുപോകുന്നതിന് ഉതകുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വഴിതെളിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരെ വിദ്യാഭ്യാസമുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരും പ്രതികരിക്കണം. ഇത്തരം പ്രസ്താവനകളെ മുളയിലെ തന്നെ നുള്ളേണ്ടതായിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരി സ്ത്രീകളാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടവരും. തീർച്ചയായിട്ടും സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കിട്ടിയത് സ്വാതന്ത്ര്യാനന്തരമാണ്. ജനാധിപത്യ കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുമാത്രവുമല്ല, ഒരു കാലത്ത് യാതൊരു സ്വാതന്ത്ര്യവും അനുഭവിക്കാതിരുന്ന സ്ത്രീ സമൂഹമാണ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, മതാധിഷ്ഠിത കാലത്ത് തീർച്ചയായിട്ടും സ്ത്രീക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന കാലമായിരുന്നു. എല്ലാ മതങ്ങളിലെയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഒരു കാലത്ത് ഇല്ലായിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് ഈ മതപരമായ ഈ കാഴ്ചപ്പാടുകളെല്ലാം മാറുകയും എല്ലാ മതങ്ങളും സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുകയും തൊഴിലിടങ്ങളിലായാലും ശരി, വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും ശരി, ഏതാണ്ട് നമ്മൾ സ്ത്രീ സംവരണമൊക്കെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. സ്ത്രീക്കും പുരുഷനും തൊഴിലിടങ്ങളിൽ ഇന്ന് തുല്യമായ പ്രാധാന്യമുണ്ട്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ പ്രവർത്തന രംഗത്തും തുല്യതയോടുകൂടി ഇടപെടാൻ സ്ത്രീക്ക് ഇന്ന് കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പിന്തിരിപ്പൻ ആശയത്തെ
തീർച്ചയായിട്ടും പ്രതിഷേധിക്കേണ്ടതാണ്. രാഷ്ട്രീയ നേതൃത്വം അതിനോട് ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതാണ്. ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്ത് ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങളെ ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ സമസ്ത പോലെയുള്ള മതസംഘടനകൾ അംഗീകരിക്കുകയും അത് ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം വിചിത്രമായ ഒരു കാര്യം, ഈ മുസ്ലിം യൂത്ത് ലീഗ് ഈ PMA സലാമിൻ്റെ പ്രസ്താവനയോട് യോജിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഇന്നലെയാണ് PMA സലാം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയതെങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒന്നും ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും ഇതിനോട് ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാമൂഹ്യ അനാചാരങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇരുൾ പരത്തുന്ന കാര്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാനും അതുപോലെ തന്നെ ചർച്ച ചെയ്ത് ഇത്തരം നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകളിൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വത്തെ പിന്തിരിപ്പിക്കേണ്ടതിൻ്റെ ബാധ്യതയും എല്ലാ സാംസ്കാരിക പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ഒരുപാട് കാലം പൊരുതി നേടിയതാണ് സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവും എന്ന ആശയം. ഒരു കാലത്ത് മതാചാരങ്ങൾ അടക്കി വാണിരുന്ന കാലത്ത് വളരെയധികം സഹിച്ചവരാണ് സ്ത്രീകൾ. വിദ്യാഭ്യാസം ചെയ്യാനും അതുപോലെ തൊഴിലിടങ്ങളിൽ സ്വാതന്ത്ര്യം നേടാനും പുരുഷനൊപ്പം പ്രവർത്തിക്കാനും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാനും ഒക്കെ ഉള്ള അവകാശം നിരന്തരമായി ഉള്ള ഇടപെടലുകളിലൂടെ പുരോഗമനപരമായ ചിന്തയിലൂടെ മാറ്റി എടുത്തതാണ്. പക്ഷെ വീണ്ടും ഇത്തരം സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മതേതരമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അറ്റത്ത് മുസ്ലിം എന്നുള്ള ഒരു പേരുകൂടി ഉള്ളതുകൊണ്ട് അത്തരത്തിൽ അവർക്ക് പറയാനുള്ള അവകാശമുണ്ടെന്നുള്ളതാണോ സമൂഹം തെറ്റിദ്ധരിക്കേണ്ടത്? അപ്പം തീർച്ചയായിട്ടും മതേതര പാർട്ടി എന്നുള്ള നിലയിൽ അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും PMA സലാം അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായ ഒരു പ്രസ്താവന ഉണ്ടാകാൻ പാടില്ലായിരുന്നു. മതാധിഷ്ഠിതമായി മാത്രം കാര്യങ്ങൾ കണ്ടിരുന്ന ഒരു രാജഭരണകാലത്തു നിന്നും ജനാധിപത്യ കാലത്തിലേക്ക് എത്തിയപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനുമൊക്കെ പ്രാമുഖ്യം നൽകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായി. അതുപോലെ തന്നെ എല്ലാ മതങ്ങളും അതിനോട് യോജിച്ച് നിൽക്കുകയും ചെയ്തു. അതിൻ്റെ അനന്തരഫലമെന്നോണമാണ് സ്ത്രീക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും തൊഴിലിടങ്ങളിൽ മാന്യതയും ഒക്കെ ഉണ്ടായത്. പക്ഷേ ഇത്തരത്തിലുള്ള പുരോഗമനപരമായ ആശയഗതികളോട് തികച്ചും വിയോജിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് PMA സലാം നടത്തിയത്. അതുമാത്രമല്ല, സ്ത്രീയും പുരുഷനും തുല്യതരല്ല എന്ന് പറയുന്നതിന് വളരെ ബാലിശമായ ചില ഉദാഹരണങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തു. അതല്ല, ഇതിലെല്ലാം വിഷമകരമായ കാര്യം, യൂത്ത് ലീഗ് പോലെയുള്ള ഒരു യുവജന സംഘടന, യുവജനങ്ങളാണല്ലോ എപ്പോഴും പുരോഗമനാത്മകമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. യൂത്ത് ലീഗും സമസ്തയും ഈ PMA സലാമിൻ്റെ പ്രസ്താവനയോട് യോജിച്ചു എന്നത് തരത്തിലുള്ള ഒരു വാർത്തയും വരികയുണ്ടായി. തികച്ചും ഇതെല്ലാം പ്രതിഷേധാത്മകമാണ്, എതിർക്കപ്പെടേണ്ടതാണ്. കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമെന്നും അതുപോലെ തന്നെ ലീഗിൻ്റെ ഭാഗത്തുനിന്ന്, മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് തലമുതിർന്ന നേതാക്കൾ ഇനിയുമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ പാണക്കാട് തങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ച് അഭിപ്രായം വരുന്ന ദിവസങ്ങളിൽ പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായ പ്രസ്താവനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഗുണകരമല്ല. അത് മതാന്ധമായ ഒരു കാഴ്ചപ്പാടിലേക്ക് തീർച്ചയായിട്ടും സമൂഹത്തെ നയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ട വസ്തുതയാണ്.